ഇസ്രായേലിൽ ഭീകരാക്രമണം. വടക്കൻ ഇസ്രായേലിലെ പട്ടണമായ ഹൈഫയിലെ ലെവ് ഹാമി ഫ്രാറ്റ്സ് മാളിലായിരുന്നു സംഭവം നടന്നത്. അറബ് വംശജനാണ് ഭീകരാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭീകരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. ഇസ്രായേലിൽ ഭീകരാക്രമണം. വടക്കൻ ഇസ്രായേലിലെ പട്ടണമായ ഹൈഫയിലെ ലെവ് ഹാമി ഫ്രാറ്റ്സ് മാളിലായിരുന്നു സംഭവം നടന്നത്. അറബ് വംശജനാണ് ഭീകരാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭീകരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നു. വടക്കൻ ഇസ്രായേലിലെ പർദേശ് ഖാന കർക്കൂരിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഭീകരാക്രമണത്തിന് നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് വടക്കൻ ഇസ്രായേലിൽ തന്നെ മറ്റൊരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലെ തന്നെ ഏറ്റവും വലിയ പട്ടണവും തുറമുഖ നഗരവുമായ ഹൈഫയിലെ ലെവ് ഹാമി ഫ്രാറ്റ്സ് മാളിലായിരുന്നു ആക്രമണം നടന്നത്. ആക്രമണത്തിന് പിന്നിൽ എല്ലായ്പ്പോഴും പോലെ തന്നെ ഒരു അറബ് പാലസ്തീൻ വംശജനാണ്. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊലപ്പെടുത്തി. ഒരു പ്രകോപനവുമില്ലാതെ സാധാരണക്കാർക്ക് നേരെ കത്തിയുമായി പാഞ്ഞെടുത്ത ഭീകരവാദി അവരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഭീകരാക്രമണത്തിൽ 70 വയസ്സുള്ള ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടു. 30 വയസ്സുള്ള യുവാവിനും 15 വയസ്സുള്ള ആൺകുട്ടിക്കും 70 വയസ്സുള്ള ഒരു സ്ത്രീക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവരെ ഹൈഫയിലെ റാംബാം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ഒരാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പ്രദേശത്ത് പരിശോധനകളും സുരക്ഷയും ശക്തമാക്കിയിരിക്കുകയാണ് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും. ആക്രമണത്തെ മുൻ ഇസ്രായേൽ രാജ്യ സുരക്ഷാ മന്ത്രി ഇത്തമാർ ബെൻഗ്വിർ അപലപിച്ചു. ഭീകരരെ ജയിൽ മോചിതരാക്കിയതുകൊണ്ട് അവർ സ്വതന്ത്രമായ തെരുവുകളിൽ വിഹരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹമാസുമായി വെടിനിർത്തൽ കൊണ്ടുവന്നതിനും പാലസ്തീൻ കൊടും കുറ്റവാളികളെ ബന്ദികൾക്ക് പകരമായി മോചിപ്പിക്കുന്നതിനും പ്രതിഷേധിച്ച് അദ്ദേഹം ഗവൺമെന്റിൽ നിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ പിൻവലിച്ചിരുന്നു. എന്തായാലും ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഭീകരാക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഏവരിലും ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.